എന്നോടൊപ്പമുള്ളത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷൈജു, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സൈചേട്ടൻ. കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് കേരള തീരത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ആഴക്കടൽ ഖനനം. ഈ ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഖനനം നടത്തുന്നതിന് കേന്ദ്ര ഖനന മന്ത്രാലയത്തിൻ്റെ കീഴിൽ അവർ നിഷ്കർഷിച്ചിട്ടുള്ള പാരിസ്ഥിതിക ആഘാത പഠനം നിർബന്ധമാണ് എന്നുള്ളതും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തീരത്തുനിന്നും ഏകദേശം 50 കിലോമീറ്റർ, ഞാനിപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് ഗൗരവത്തെക്കുറിച്ച് ഞാൻ പുറകെ വിശദീകരിക്കാം. 50 കിലോമീറ്റർ അകലെയാണ് ഈ ഖനനം നടക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ വിഷയം, ഈ ഖനനത്തിനെതിരെ കേരള സംസ്ഥാനത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവുമായി ഇരിക്കുന്ന ഇന്ത്യ മുന്നണി, ഇടതു വലതുപക്ഷം സംയുക്തമായി കേരള നിയമസഭയിൽ ആഴക്കടൽ ഖനനത്തിനെതിരെ മിനിഞ്ഞാന്നൊരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. ആ പ്രമേയം മാർച്ച് മാസം 3-ാം തീയതിയാണ് ആ പ്രമേയം പാസ്സാക്കിയത്. ആ പ്രമേയം മൊത്തം ഞാൻ വായിക്കുന്നില്ല, നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രമേയത്തിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം, 2-ാമത്തെ പേജിൽ, ആഴക്കടൽ ഖനനം കടലിലെ ജലത്തിൽ ചെളി പടരാനും ഇടയാക്കുന്നു. ഇത് മത്സ്യസമ്പത്തിന് കടുത്ത ആഘാതം ഏൽപ്പിക്കും. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വകാര്യ മേഖലയ്ക്ക് ആഴക്കടൽ ഖനനം അനുവദിക്കുന്നത് വഴി തന്ത്രപ്രധാനമായ ധാതുക്കൾ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലെത്തുന്നതിനും രാജ്യ സുരക്ഷയെ വരെ ബാധിക്കുന്നതിനും ഇടയാക്കാൻ സാധ്യതയുണ്ട്. ഇത് കേരള നിയമസഭയുടെ രേഖയിൽ വന്നിട്ടുള്ള മുഖ്യമന്ത്രി വായിച്ച നിയമസഭ പ്രമേയമാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഞങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ്. കേരള തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ധാതുമണൽ കൊള്ള, അവിടെ മോണോസൈറ്റിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന തോറിയവും കഴിഞ്ഞ 10-12 വർഷക്കാലമായി കേരള സംസ്ഥാനത്ത് കൊള്ള ചെയ്യപ്പെടുന്നു. ഇത് ആഴക്കടലിലെ ഖനനമായപ്പോൾ മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ നിമിഷം വരെയും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന, വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണിയുള്ള കേരള സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു അനധികൃത ഖനനം വഴി കേരള സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഖനനം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിച്ചു. ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ആ റിട്ട് സമർപ്പിച്ചത്. ആ റിട്ടിൽ കൃത്യമായി തന്നെ ഇത് നിയന്ത്രിക്കേണ്ടതാണെന്നും നിരോധിക്കേണ്ടതാണെന്നും സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടക്കുന്നത് അനധികൃത ഖനനമാണെന്നും കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവിടെ കേരള ഹൈക്കോടതി എൻ്റെ കേസ് ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിലൊരു ഡയറക്ഷൻ, സംസ്ഥാന സർക്കാരിന് അത് സംബന്ധിച്ചൊരു ഡയറക്ഷൻ നൽകിയിരുന്നു. ആ ഡയറക്ഷനിൽ ചീഫ് സെക്രട്ടറിയോട് ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി പഠിച്ച് ഇതിന്മേൽ തീരുമാനം അറിയിക്കാൻ 10-ാം മാസം ഈ ഓർഡർ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാൻ. അപ്പോഴൊന്നും ഇത്രയും വിലപ്പെട്ട ധാതുമണൽ ഇവിടെ ഉണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കിവിടെ പറയാനുള്ളത്, ഈ പ്രമേയം തന്നെ ഇപ്പോൾ കേരള തീരത്ത് തീരദേശ മേഖലയിൽ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വികാരം കൊണ്ടുവരാൻ, ഇത് മത്സ്യസമ്പത്തിനെ ബാധിക്കുമെന്ന് വലിയ പ്രചരണം നടത്തി തീരദേശ മേഖലയിൽ അവർ ഹർത്താൽ നടത്തുകയും സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഈ കഴിഞ്ഞ 2 ആഴ്ചയായി നമ്മൾ കാണുന്നുണ്ട്.
യഥാർത്ഥത്തിൽ ലക്ഷ്യം തീരദേശ മേഖലയുടെ സംരക്ഷണമല്ല. യഥാർത്ഥത്തിൽ ലക്ഷ്യം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധാതുമണൽ കൊള്ള പുറം ലോകം അറിയരുത്. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന ധാതുമണൽ ഖനനം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 2019 5-ാം മാസത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓർഡറിൻ്റെ മറവിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി സ്റ്റിൽ ഇന്നും കേരള തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മത്സ്യസമ്പത്തിനെ കുറിച്ച് ആകുലപ്പെടുന്ന മുഖ്യമന്ത്രി കൊല്ലം മുതൽ, കൃത്യമായി പറഞ്ഞാൽ കൊല്ലത്ത് വലിയഴിക്കൽ മുതൽ ചെല്ലാനം വരെയുള്ള പ്രദേശത്ത് ഈ കരിമണൽ ഖനനം വഴി വന്നിട്ടുള്ള പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് ഒരക്ഷരം വിടുന്നില്ല. അതായത് ഈ ഒറ്റ പഞ്ചായത്ത് മാത്രം, ആലപ്പാട് പഞ്ചായത്ത് മാത്രം, ആ പഞ്ചായത്ത് 908 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു ആ പഞ്ചായത്ത് ഉണ്ടായത്. ഇന്ന് ആ പഞ്ചായത്ത് 82 സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ, ബാക്കി മുഴുവൻ കടലെടുത്ത് പോയി. 82 സ്ക്വയർ കിലോമീറ്റർ ഉള്ള പഞ്ചായത്ത്. പൊന്മന പഞ്ചായത്ത് 600 വീടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് ഇന്ന് ആകെയുള്ളത് 2 വീടും ഒരു അമ്പലമാണ്. അവിടെയൊന്നും മുഖ്യമന്ത്രിക്ക് പരിസ്ഥിതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഖനനം വഴി ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചോ മുഖ്യമന്ത്രിക്ക് പറയാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മുഖ്യമന്ത്രിയുടെ ആഴക്കടൽ ഖനനത്തിനെതിരെയുള്ള ഈ നിലപാട് തീരദേശ ജനതയുടെ കണ്ണിൽ പൊടിയിടുവാനും ഇവിടെ സുഗമമായി മാസപ്പടി തുടരുവാനും വേണ്ടിയാണ്. എൻ്റെ നിലപാടതാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, മാസപ്പടിയിൽ ഇടത് വലത് മുന്നണികൾ അതിൻ്റെ നേതാക്കന്മാർ ആരൊക്കെയാണ് പൈസ മേടിച്ചതെന്നുള്ളത് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഉത്തരവിലുണ്ട്. പിണറായി വിജയൻ മാത്രമല്ല, PV മാത്രമല്ല, OC ഉണ്ട്, RC ഉണ്ട്, ഐക്യുണ്ട്, അതുപോലെ KK ഉണ്ട്. അപ്പോൾ ഇവർ ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് 100% ആഴക്കടൽ ഖനനത്തിന് ശേഷം തീർച്ചയായും കേരള തീരത്തുള്ള അനധികൃത ഖനനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരികയും അത് ഔദ്യോഗികമായി പാരിസ്ഥിതിക അനുമതിയോടുകൂടി നടക്കുന്ന സാഹചര്യമുണ്ടായാൽ CMRL ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കേരള തീരത്ത് ഒരു 10 പതിറ്റാണ്ട് കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളയില്ലാതാവും. ആ കൊള്ളയില്ലാതായാൽ ഇവരുടെയൊക്കെ കൈകളിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വന്നുകൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപ, 1-2 കോടിയൊന്നുമല്ല, കോടാനുകോടി രൂപ. ഞാൻ SFIO എൻ്റെ കേസുമായി, ഞാൻ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് SFIO ഹൈക്കോടതിയിൽ, ഡൽഹി ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ ഒരു പരാമർശമുണ്ട് 2-ാമത്തെ പേജിൽ. Upon receipt of a complaint alleging corruption, money laundering and terror sympathizing etc. inquiry under section 206 of the Companies Act 2013 was ordered by the Registrar of Companies against Companies Bangalore to inquire into the affairs of Exalogic Private Limited. അതായത് ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ടോ, എക്സാലോജിക്കിന് ഇതുമായി ബന്ധപ്പെട്ട് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് അന്വേഷണ പരിധിയിലുണ്ട് എന്ന് SFIO ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അഫിഡവിറ്റിൽ ബോധ്യപ്പെടുന്നത്. നിങ്ങൾക്കെല്ലാം കയ്യിൽ അതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇവിടെ ആരും ഇത് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കുള്ള പ്രശ്നം. ഈ ഒരൊറ്റ ഓർഡർ 31/5/2019 ഈ ഒരൊറ്റ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുമ്പിൽ മണലടിഞ്ഞു കിടന്നാൽ കുട്ടനാട്ടിലെ പ്രളയത്തിന് കാരണമാകുമെന്നുള്ള ഒറ്റ ഓർഡറിന്റെ മറവിൽ ഏറ്റവും കുറഞ്ഞത് 50,000 കോടി രൂപയുടെ മണൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 50,000 കോടി, ചെറുതാണ് ഞാൻ പറഞ്ഞത്, 50,000 കോടി രൂപയുടെ മണൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തോട്ടപ്പള്ളിയിൽ നിന്ന് മാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട്
പറയുകയാണ് കേരള തീരത്തെ സംരക്ഷിക്കണം, കേരള തീരത്തെ പരിസ്ഥിതി ആഘാത പ്രശ്നമുണ്ട്. ഞാൻ പഞ്ചായത്തുകളുടെ ലിസ്റ്റ് പറയാം. ഏറ്റവും കുറഞ്ഞത് ഈ ധാതുമണൽ ഖനനം കൊണ്ട് മാത്രം നശിച്ച പഞ്ചായത്തുണ്ട്. ആലപ്പാട്, പൊന്മന, ആറാട്ടുപുഴ, പുറക്കോട്, തൃക്കുന്നപ്പുഴ, അമ്പലപ്പുഴ, പുന്നപ്ര. ഈ പഞ്ചായത്തുകളിൽ നിങ്ങളൊന്ന് പോകണം. പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് സംസാരിക്കുന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസും കഴിഞ്ഞ 10-12 വർഷക്കാലം കൊണ്ട് ഈ കരിമണൽ മോഷ്ടാക്കളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഈ നാട് എങ്ങനെ നശിപ്പിച്ചു എന്ന് കാണണമെങ്കിൽ ഈ പഞ്ചായത്തുകൾ നിങ്ങളൊന്ന് പോയാൽ മതി. ഇനി വേറൊരു കാര്യം, വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുന്നൊരു കാര്യം, തോട്ടപ്പള്ളിയിലെ ഒരു ഹാർബറുണ്ട്. ആ ഹാർബറിൽ സിംഗിൾ പാനൽ മൈനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് അവിടെ മൈനിങ് നടക്കുന്നത്. ഈ തോട്ടപ്പള്ളി ഹാർബറിൽ വടക്കോട്ടാണ് ഇതിൻ്റെ പൊസിഷൻ അലൈൻ ചെയ്തിരിക്കുന്നത്. വടക്കോട്ട് വെച്ചാലൊരു പ്രശ്നം, അവിടെ നിന്നും മണൽ കൃത്യമായിട്ട് ഹാർബറിൽ അടിയും. ഇതിൻ്റെ ഒഴുക്ക് അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഹാർബറിൽ അടിയുന്ന മണൽ എടുത്തു മാറ്റാതെ ബോട്ട് എടുക്കില്ല. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് എടുത്തു മാറ്റാതെ ബോട്ട് എടുപ്പിക്കാൻ കഴിയില്ല എന്ന്. അത് സ്വാഭാവികമായി മത്സ്യത്തൊഴിലാളികൾ പ്രശ്നം ഉണ്ടാക്കും. ആ കെയർ ഓഫിൽ ഇവർ ഈ മണൽ എടുത്തു മാറ്റുവാൻ വേണ്ടി ഖനനം നടത്തും. ഈ ഖനനത്തിന് ആർക്കും പ്രതിഷേധമില്ല അവിടെ, കാരണം ബോട്ട് അടുപ്പിക്കണമെങ്കിൽ ഇത് മാറ്റിയേ പറ്റുള്ളൂ. അങ്ങനെ അവർ ചെയ്യുന്ന ഖനനം ഈ സിംഗിൾ പാനൽ മൈനിങ് ചെയ്യുമ്പോൾ കിണറാണ് സൃഷ്ടിക്കുന്നത്. ഒരു കിണറിലേക്ക് അവർ ഇപ്പോഴും ആ ട്രെഡ്ജിങ് എക്യുപ്മെൻറ്റ്സ് ആക്കി അവിടെ കിടപ്പുണ്ട്. ആ ട്രെഡ്ജിലേക്ക് എത്ര മണൽ എടുത്ത് മാറ്റിയോ അത്ര മണൽ പിറ്റേ ദിവസം രാവിലെ വന്നിരിക്കും. ആ സമീപ പ്രദേശമുള്ള മുഴുവൻ കരിമണലും ആ പോയിന്റിലേക്ക് എത്തും. ഇത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് നിർത്തലാക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് വലിയ ഭയമാണ്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ മൈനിങ് കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന വിഷയമാണ്. ആ കേരള തീരത്തെ ധാതുമണൽ ഖനനം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരികയും അത് കേന്ദ്ര സർക്കാർ നേരിട്ടിടപെട്ട് ഇപ്പോൾ നടത്തുന്ന പോലെ ഒരു പാരിസ്ഥിതിക അനുമതിയോടുകൂടി പാരിസ്ഥിതിക പഠനങ്ങൾക്ക് ശേഷം ഇത് നടത്തിയാൽ ഈ കമ്പനികളെല്ലാം പൂട്ടിപ്പോവും. കേരളത്തിലെ പ്രമുഖരായ ഇടത് വലത് നേതാക്കന്മാർക്ക് മാസപ്പടി കിട്ടതാവും. അതിനുവേണ്ടി ആസൂത്രിതമായി നടത്തിയ ഒരു പ്രമേയവും അതിനുവേണ്ടി ആസൂത്രിതമായി നടത്തുന്ന രാഷ്ട്രീയ നീക്കവുമാണ് ഇപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധത്തിനെതിരെ നടക്കുന്നത്. ഒരു കാര്യം തീർത്ത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും സാഹചര്യത്തിൽ 52 കിലോമീറ്റർ അപ്പുറമാണ്, ഒന്ന് ചിന്തിക്കണം, ഏതെങ്കിലും സാഹചര്യത്തിൽ മത്സ്യസമ്പത്തിനോ പരിസ്ഥിതിക്കോ ദോഷമാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും ഇത് നടത്തില്ല, പാരിസ്ഥിതിക അനുമതി വേണം. ഇപ്പോൾ ഇന്നലെ ഒരു ആരോപണമായിട്ട് പറയുന്നുണ്ട്, എടുക്കുന്ന കമ്പനിയാണ് പാരിസ്ഥിതിക അനുമതി നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ സൂചിപ്പിച്ചു, ഈ ടെൻഡർ എടുക്കുന്ന കമ്പനിക്കാണ് പാരിസ്ഥിതിക അനുമതി പഠനം നടത്താനുള്ള അനുമതി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും അത് സർക്കാരിൻ്റെ എംപാനൽ ചെയ്യപ്പെട്ട കമ്പനികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ റിപ്പോർട്ട് വീണ്ടും പരിഗണിക്കുന്നത് കേന്ദ്ര പരിസ്ഥിതി വകുപ്പാണ്. പിന്നെ അവിടെ മണലുണ്ട് എന്നുള്ളത് കേന്ദ്രമന്ത്രി സ്വപ്നം കണ്ടൊന്നുമല്ല. അവിടെ പഠനത്തിന് ശേഷം തന്നെയാണ് ഇത്ര ടൺ മണൽ അവിടെ ഉണ്ടെന്നും അത് മാറ്റാൻ കഴിയുമെന്നും പഠനങ്ങൾക്ക് ശേഷം തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും സ്വപ്നം കണ്ടതല്ല അവിടെ മണലുണ്ടായതുള്ളൂ. അപ്പം അങ്ങനെ നടത്തുന്ന ഒരു ഖനനത്തെ ഇവർക്ക് തീരദേശത്ത് നടത്തുന്ന കൊള്ള പുറത്തു വരും എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ ഇതിനെ എതിർക്കുന്നതും. മാത്രമല്ല, മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഞാൻ ഇന്നലെ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ ഒരു ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ചും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉന്നതരായ ഒരു ഉദ്യോഗസ്ഥനോട് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഈ നിമിഷം വരെയും കേരള സർക്കാർ ഇതുവഴി ഏതെങ്കിലും തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്റ്റഡിയും ഇതുവരെ നടത്തിയിട്ടില്ല. ഇതിനകത്ത് ഈ പ്രമേയം നിങ്ങളൊന്ന് വായിച്ചാൽ മനസ്സിലാവും. വിദഗ്ധർ പറഞ്ഞു. ഏത് വിദഗ്ധർ പറഞ്ഞു? കരിമണൽ കർത്ത പറഞ്ഞതാണ്. ഈ വിദഗ്ധർ എന്ന് പറയുന്ന കരിമണൽ കർത്ത CMRന്റെ നേതാക്കന്മാരാരെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥരെല്ലാം പറഞ്ഞതല്ലാതെ വിദഗ്ധർ ഉണ്ട്. പാരിസ്ഥിതിക പ്രശ്നമുണ്ടാവുമെന്ന് വിദഗ്ധർ പറയുന്നു. കടജീവിയുടെ വംശനാശം കടലിൽ നിന്നുള്ള കാർബൺ ബഹിഷ്കരണം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്ന് വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട്. ഏത് വിദഗ്ധർ? ആ സ്റ്റഡി ഞങ്ങളുടെ മുമ്പ് വെക്കട്ടെ. ഭാരതീയ ജനതാ പാർട്ടി നാടിനെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്.
ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. ഈ നാടിന് ആപത്തുണ്ടാകുന്ന ഒരു കാര്യത്തിലും ഭാരതീയ ജനതാ പാർട്ടി, നിങ്ങൾ ആ പഠനം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് വെക്ക്, നമ്മൾ അംഗീകരിക്കാം. വിദഗ്ധർ പറഞ്ഞു എന്ന് പറഞ്ഞ് കർത്തയ്ക്ക് വേണ്ടി ചെയ്യുന്ന പണിക്കൊന്നും കൂട്ടു നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കിട്ടില്ല. ഈ നാടിന് ആപത്തുണ്ടാകുന്ന ഏത് വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്. ഈ നാടിന് ആപത്തുണ്ടാകുന്ന ഒരു കാര്യത്തിലും കൂട്ടു നിൽക്കാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റും അതുപോലെ പാർട്ടിയുടെ ദേശീയ നേതാവ് ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിയെ മിനിയാന്ന കേന്ദ്ര വകുപ്പ് സെക്രട്ടറിയും കേന്ദ്രമന്ത്രിയും കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഈ വിഷയത്തിൽ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകുന്ന എന്തെങ്കിലും പ്രവർത്തനമുണ്ടായാൽ അത് അനുവദിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ കൃത്യതയോടുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ 2013 മുതൽ ഇറങ്ങിയാൽ കൃത്യമായിട്ട് 12 വർഷമായി കേരള തീരത്ത് ഈ കരിമണൽ മോഷണം നടക്കുകയാണ്. ഞാൻ പറയുന്നതിൻ്റെ ഒരു ഗൗരവത്തിൽ ഇതിന് ഏറ്റവും മുഖ്യമായ ഭീതിജനകമായ ഒരു വിഷയം ഞാൻ നേരത്തെയും ഇതേ പത്രസമ്മേളനത്തിൽ ഇതേ പ്രസ് ക്ലബിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നും മോണോസൈറ്റും തോറിയവും ഈ വാരിക്കൊണ്ടു പോകുന്ന ധാതുമണലിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അത് എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് ബോംബ് ഉൾപ്പെടെയുള്ള മാരകമായ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുവാൻ പര്യാപ്തമായ സാധനങ്ങൾ ഇവിടെ നിന്നും കൃത്യമായി അതിൻ്റെ കണ്ടന്റിലുണ്ട്. എല്ലാ സ്റ്റഡിയിലും അതിനകത്ത് മോണോസൈറ്റ് ഉണ്ട്. മോണോസൈറ്റിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് തോറിയം ഉൽപ്പാദിപ്പിക്കാം. അത് തിരിച്ച് കടലിൽ കളയുകയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല, കാരണം അത് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ നിയമസഭാ പ്രമേയത്തിലൂടെ മുഖ്യമന്ത്രി തന്നെ ഇവിടെ അത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള മിനറൽസ് നമ്മുടെ നാട്ടിലുണ്ടെന്ന് മാത്രമല്ല അത് ഖനനം ചെയ്തിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ച രേഖയിൽ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രിയും മകളും ചേർന്ന് നടത്തിയിട്ടുള്ള, അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കളും CMR-ൽ നിന്നും മേടിച്ചിട്ടുള്ള മാസപ്പടി എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയം. SFI അല്ല, തീവ്രവാദം സംബന്ധിച്ച് തീവ്രവാദ ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും SFIക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ്, NIA-യും CBI-യും ഉൾപ്പെടെയുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിലെയും സഹകരിപ്പിക്കാനുള്ള അവകാശമുള്ള ഡിപ്പാർട്ട്മെന്റാണ് SFI. അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽസ് നമുക്കറിയില്ലോ. അവർക്ക് സ്വാഭാവികമായിട്ടും അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കാമല്ലോ. അല്ല, ഇത് കഴിഞ്ഞ 23-ാം തീയതി കൊടുത്ത റിപ്പോർട്ടാണ്. അത് എനിക്കെങ്ങനെ അറിയാൻ കഴിയും? ഇല്ല, നോട്ട് പ്ലേസ് ദ റിപ്പോർട്ട് എന്നാണ് ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് കിടച്ചിട്ടുള്ളത്. നോട്ട് പ്ലേസ് ദ റിപ്പോർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻക്വയറി നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ആരാണ് എന്താണെന്നുള്ള അറിയാൻ ഒരു പരാതിക്കാരൻ നിലയിൽ എനിക്കറിയില്ല. അല്ല, അത് കോടതി സബ്മിറ്റ് ചെയ്തിട്ടുള്ള അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വേഗമായിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ലല്ലോ. റിപ്പോർട്ട് SFIയുടെ നിലവിൽ റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത് വെച്ചാൽ 23-ാം തീയതി അവരുടെ ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തു. ആ ജഡ്ജ്മെന്റ് റിസർവ് ചെയ്ത് എന്തിനെതിരെയാണ്? CMR-ലെ അന്വേഷണം അനധികൃതമാണെന്നും നിയമവിരുദ്ധമാണെന്നും പറഞ്ഞ് CMR-ൽ കൊടുത്ത പരാതിയിന്മേലാണ്. അതായത് ഷോൺ ജോർജും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ചേർന്നൊരുക്കിയ ഗൂഢാലോചനയാണ് ഈ കേസ് എന്നാണ് അവരുടെ ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നത്. ഞാൻ ആ കേസ് കക്ഷി ചേർന്നു. അവിടെ 23-ാം തീയതി കേസ് ജഡ്ജ്മെന്റ് പോസ്റ്റ് ചെയ്തു. ഈ മാസം 23-ന് മുമ്പായി ആ ജഡ്ജ്മെന്റ് വന്നേ പറ്റൂ. അത് തള്ളിയാൽ ഇപ്പോൾ SFIO റിപ്പോർട്ട് ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്മേൽ പിന്നെ കാലതാമസം എന്ന് പറയുന്നത് ഈ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ, അതായത് അവരുടെ ആവശ്യം അത് ജഡ്ജ് അവിടെ കോടതിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ, ഞാൻ കോടതിയിൽ ഒന്നുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 90% ആ കേസ് തള്ളിപ്പോകുള്ളൂ. അങ്ങനെ തള്ളിയാൽ പ്രോസിക്യൂഷൻ അനുമതിയാണ് വേണ്ടത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവരുടെ ഈ റിപ്പോർട്ട് എന്താണെന്ന് പുറത്തു വന്നു. ഇപ്പം ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇവിടെ കേരള ഹൈക്കോടതിയിൽ എൻ്റെ കേസ് അവസാനിപ്പിക്കുമ്പോൾ
ഈ കേസിൻ്റെ കാര്യം മാത്രമല്ല, ഡിസ്ജോർജ്മെന്റ് ഓഫ് അസറ്റ്സ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവർ തട്ടിപ്പ് നടത്തിയ പണം എത്രയാണെങ്കിലും അത് ഇവരിൽ നിന്നും തിരികെ വാങ്ങി സംസ്ഥാന സർക്കാരിന് ഉൾപ്പെടെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് തിരികെ കൊടുക്കണമെന്നും എൻ്റെ ആവശ്യങ്ങൾ പെടുന്നുണ്ട്. അതെ, ECR എടുത്തിട്ടുണ്ടല്ലോ. SFIയുടെ കേസിന്റെ അടിസ്ഥാനത്തിലല്ലത്. അല്ല, ആ റിപ്പോർട്ട് വരട്ടെ, ആ റിപ്പോർട്ട് വരണമല്ലോ. അല്ല, ആ റിപ്പോർട്ട് വരണം. SFIയോട് ഞാൻ SFIയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് കൊടുത്തത്. കാരണം ഈ കോടതി വിധി വരുന്നതിന് ഞാൻ നോക്കിയിരുന്നത്, കോടതി വിധി താമസിച്ചുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച വിവരാവകാശം കൊടുത്തിട്ടുള്ളത്. ആ റിപ്പോർട്ട് സമർപ്പിച്ച ആ റിപ്പോർട്ട് വന്നാൽ ഇപ്പോൾ ED സമർപ്പിച്ചിട്ടുള്ള ECIR ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കുറേ സാധനങ്ങളാണ് പറയുന്നത്. ഈ കേസിലല്ല. ഈ ഒരു കാര്യം പറ്റേ, ED FIR ഇട്ടേക്കുന്നത് ഞാൻ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലല്ല. പറ്റില്ല, അതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലേ പറ്റുള്ളൂ. SFIയുടെ റിപ്പോർട്ട് സെപ്റ്റംബർ 31 വരേണ്ടതാണ്. 4 ഹൈക്കോടതി കേസ് കൊടുത്തത്. കേരള ഹൈക്കോടതിയിലും ബാംഗ്ലൂർ ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും കേസ് നടന്നു. ആ ഏറ്റവും അവസാനത്തെ കേസും ഏറ്റവും അവസാനത്തെ തടസ്സമാണ് ഇപ്പോൾ ഡൽഹി നിൽക്കുന്നത്. അത് അവസാനിപ്പിച്ചാൽ ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഞാനൊരു ആക്ഷേപം ഉന്നയിച്ചു. ഞാൻ പറയുന്നതിനെല്ലാം കേരളത്തിന്റെ സമ്പത്താണ് കരിമണൽ. അത് കൊള്ളയടിക്കപ്പെടുകയാണ്. ഇപ്പോഴും എത്ര ഈ വർഷം 464 രൂപയ്ക്കാണ് കൊടുത്തേക്കുന്നത്. ചുമ്മാ വാരി കൊടുത്ത ഒരു മെട്രിക് ടണ്ണിന് 17,000 രൂപ വിലയുണ്ട്. അതാണ് 464 രൂപയ്ക്ക് ഇപ്രാവശ്യവും ഇറിഗേഷൻ വകുപ്പ് ലേലം ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടുന്ന് കോരി മാറ്റുന്നത് കരിമണലാണ് എന്ന് അംഗീകരിക്കാൻ പോലും ഇപ്പോഴും സർക്കാർ തയ്യാറായിട്ടില്ല. ഇത് കോരി മാറ്റുന്നതിനാണ് എടുത്തിരിക്കുന്നത്. ഇതെടുത്ത് വിൽക്കാൻ ഒരു അനുമതിയും ആർക്കും ഇറിഗേഷൻ വകുപ്പിന് കൊടുത്തിട്ട്. ഇറിഗേഷൻ ഇപ്പൊ ഈ മാറ്റുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റാണ്? നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഏത് ഡിപ്പാർട്ട്മെന്റാണ് മാറ്റുന്നത്? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ്. കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കോടാനുകോടി രൂപ വിലയുള്ള കരിമണൽ വാരി വിറ്റുകൊണ്ടിരിക്കുക പിണറായി സർക്കാരിന്റെ കാലത്ത്, കഴിഞ്ഞ 9 വർഷമായിട്ട്. അതിനു മുമ്പ് UDF സർക്കാരിന്റെ കാലത്ത്. ഇത് ചോദിക്കാൻ ആരില്ല. ഞങ്ങൾ ആരെങ്കിലും ചെന്നത് തടഞ്ഞാൽ, അവിടെ ഒരു പ്രളയം ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? BJPക്കാർ ഈ നാട് മുഴുവൻ വെള്ളത്തിൽ മുക്കി എന്ന് നിങ്ങൾ പറയും, ഇല്ലേ? നിങ്ങൾ തന്നെ പറയില്ലേ? പക്ഷെ ആ മണൽ കോരി വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞില്ലായിരുന്നു. ആ മണൽ കോരി അവിടെ ഇടണം. ആ കരിമണലെടുത്ത് ഇറിഗേഷൻ വകുപ്പിനോട് വിൽക്കാൻ ആരും പറഞ്ഞില്ല. മനസ്സിലായില്ലേ? കേന്ദ്രത്തിന്റെ ഏത് ആക്ടിനെ മറികടക്കാൻ കഴിയുന്ന ഒരു വജ്രായുധം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട്: ദുരന്ത നിവാരണം. ആ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്പെഷ്യൽ ആക്ട് അനുസരിച്ച്, സ്പെഷ്യൽ റൂൾ അനുസരിച്ചാണ് ഇത് വാരി മാറ്റുന്നത്. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്വേഷണം നടക്കുന്നുണ്ട്. Office Memorandum, Government of India, Ministry of Mines. Subject: Complaint of C. Sean George regarding the illegal mining of brick sand, minerals and atomic minerals from the Thottapalli, Alappuzha district. Undersigned is directed to refer to the complaint of C. Sean George, copy enclosed on the subject noted about, to say that the ministry has issued notification SO number 2805 dated 12/7/2021 and SO 28/7/2027 dated 12/7/2020 under section 22 cognizance of offence and section 24 power of entry and inspection of MMDR Act 1957 specified under Part B of the first schedule of the MMDR Act 1957. The above notification authorized Director, AMD and other officers to AMD for the purpose of stated therein. In this regard, being the nodal department of the regulation of atomic minerals, Department of Atomic Energy is requested to take appropriate action on the complaint of C. Sean George. ഇത് 9 ഒക്ടോബർ 2024 എനിക്ക് കേന്ദ്ര സർക്കാർ തന്നിട്ടുള്ള മറുപടിയാണ്. അതിന്മേൽ നടപടി കൃത്യമായി മുമ്പോട്ട് പോകുന്നു. ചോദിച്ചു നന്നായി. യെസ്,
അതിനുമേൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതെനിക്ക് 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,